ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. സാധാരണ കലത്തപ്പം എല്ലാവരും കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അപ്പച്ചട്ടിയിലാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി 3-4 മണിക്കൂർ മുന്നേ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ 3 പീസ് ശർക്കര, അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചോറ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 ഏലക്ക, 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു സെയിം അളവ് തന്നെയാണ് ഞാൻ കലത്തപ്പം ഉണ്ടാക്കാറ്. അരച്ച മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയുള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അതവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മാവിലേക്ക് ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. ചൂടുള്ള ശർക്കരപ്പാനി ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊഴിച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തത്, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലൊരു അപ്പച്ചട്ടി വെച്ച് ചൂടായാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടി ചേർത്ത് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന ടൈം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇനി അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ, കൂടിപ്പോവരുത്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ അടിയിലിപ്പോൾ ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഒഴിക്കുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് തന്നെ അടിഭാഗം കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രില്ല് വെച്ച് കൊടുത്തത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഏകദേശം ഇത് 3-4 മിനിറ്റ് എടുക്കും റെഡിയാവാൻ. 1 കപ്പ് പച്ചരിക്ക് ഇതേപോലെയുള്ള 6 അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു വലുപ്പത്തിലുള്ള 6 അപ്പമാണ് എനിക്ക് കിട്ടിയത്. ഇതിലും ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ആരൊക്കെ വന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത്. കലത്തപ്പം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.